പുതിയ കേരളം രചിച്ച സമരശക്തി വരികയായി വഴികളിൽ ചുവന്ന പൂവിരിച്ചു നിൽക്കകാലമേ. പുതിയ കേരളം രചിച്ച സമരശക്തി വരികയായി വഴികളിൽ ചുവന്ന പൂവിരിച്ചു നിൽക്കകാലമേ. വിഴികളിൽ നമസ്കാരം. ഡിവൈഎഫ്ഐയുടെ മനുഷ്യച്ചങ്ങല ഇന്നിപ്പോ വൈകിട്ട് അരങ്ങേറുകയാണ്. ഇനിയും സഹിക്കണമോ ഈ കേന്ദ്ര നയം എന്ന ടാഗ് ലൈനിൽ നടത്തുന്ന ആ ഒരു പ്രതിഷേധ സമരം ഇന്നിന്റെ ആവശ്യമാണ്. പക്ഷേ ഇന്നിപ്പോ ആ സമരം നടക്കാനിരിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടാൻ പോകുന്നത് ഇന്നത്തെ ദിവസമാണെന്ന് പറയും. കാരണം ഈ ഒരു സാധനം ഇത് പ്രതീകാത്മകമായി നിങ്ങൾ ഒരു കോലായിട്ട് കരുതണം, അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ കുത്തിത്തിരിപ്പിന്റെ പ്രതീകമായിട്ട് വേണം ഇതിനെ കാണാൻ. ഇന്ന് കേരളത്തിലുടനീളം എങ്ങനെയൊക്കെ മനുഷ്യച്ചങ്ങലയ്ക്ക് ഇത് വെച്ച് തുരങ്കം വയ്ക്കാമെന്നുള്ള പല തരത്തിലുള്ള പരീക്ഷണങ്ങൾ അരങ്ങേറാനാണ് സാധ്യത. അതിനുവേണ്ടി പല കഥാപാത്രങ്ങളെയും ഇതിനോടകം തന്നെ പലയിടങ്ങളിലും ഇറക്കുമതി ചെയ്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതും പൊക്കിപ്പിടിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ചേച്ചിയുടെ പ്രസവം വൈകിയോ, ചേച്ചിയുടെ കുഞ്ഞിന് മരുന്ന് വാങ്ങിക്കാൻ സമയത്ത് പോകാൻ പറ്റിയില്ലേ, ചേച്ചിക്ക് പാല് മിസ്സായോ, ഓട്ടോക്കാരന് ഡീസൽ അടിക്കാൻ പറ്റിയില്ലേ, പ്രവാസിക്ക് ഗൾഫിൽ പോകാൻ പറ്റിയില്ലേ തുടങ്ങിയ ചോദ്യങ്ങളുമായിട്ട് പല തരത്തിലുള്ള കഥാപാത്രങ്ങളെ പല വേഷത്തിലും പല രൂപത്തിലും പല ഭാവത്തിലും ഇറക്കി ഇന്നിപ്പോ ഇതുമായിട്ട് മനോരമ, മാതൃഭൂമി മാപ്രകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തേരാപ്പാര നടപ്പുണ്ട്. ഏറ്റവും വലിയ പ്രതിസന്ധി ഇന്നിപ്പോ അവരെ അതിജീവിക്കുക എന്നുള്ളതാണ്. ഈ സന്ദർഭത്തിൽ ഈ ഒരു വലിയ പരിപാടി സംഘടിപ്പിക്കുന്ന സംഘാടകർ കൂടുതൽ ജാഗ്രത പാലിക്കണം. ഇതുമായിട്ട് വരുമ്പോൾ ഇതിന്റെ ഐഡിയ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതിലെ ചില കുത്തിത്തിരിപ്പുകാർ ഉണ്ട് എന്നുള്ള വസ്തുത മനസ്സിലാക്കി വേണം പല കാര്യങ്ങളിലും പ്രതികരിക്കാൻ. കാര്യം പല തരത്തിലുള്ള ചോദ്യങ്ങളുമായിട്ട് വരും. ആ ചോദ്യങ്ങളിലെ അപകടം പോലും തിരിച്ചറിയണം. പിന്നെ ഫോട്ടോകൾ, നിങ്ങൾ ഒരു പക്ഷേ ഈ കൈ കോർക്കാതെ കയ്യും കെട്ടി നിന്നു എന്ന് വെച്ചോ, ആ ഫോട്ടോ പോലും നാളെ ചങ്ങല മുറിഞ്ഞു എന്ന രീതിയിൽ പ്രചരിപ്പിക്കാൻ സാധ്യതയുണ്ട്. എവിടെയൊക്കെ ചങ്ങലയ്ക്ക് കണ്ണി അറ്റുപോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവരുടെ മറ്റൊരു ഗവേഷണം. അത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് കേരളത്തിൽ നടത്തിയ ഈ പരിപാടി മുഴുവൻ ചങ്ങല പൊളിഞ്ഞ എന്നുള്ള രീതിയിലുള്ള പല പ്രചരണങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാഗ്രതയാണ് നമുക്ക് ആവശ്യം. കാര്യം ഇന്നിപ്പോ കേന്ദ്ര സർക്കാരിനെ മാത്രം ഭയപ്പെട്ടാൽ പോരാ. കേന്ദ്ര സർക്കാരിന്റെ അടിമകളായിട്ടുള്ള അവർ തീറ്റിപ്പോറ്റുന്ന അവരുടെ കുപ്പിയും കോഴിക്കാലും മാറ്റി വെച്ചുകൊണ്ട് ഇതുപോലെ പ്രസംഗം നടത്തുന്നവരെ നമ്മൾ പേടിക്കേണ്ടതുണ്ട്. കാര്യം അവർക്ക് എങ്ങനെ ഇത് പൊളിച്ചെടുക്കണമെന്നുള്ള ചില കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ടെന്നുള്ള വിവരമുണ്ട്. അപ്പോ ആ കൊട്ടേഷനും ഇന്ന് വൈകിട്ട് അവർക്ക് അതിന്റെ ഭാഗമായിട്ട് നല്ല മുഴുനീളം കോഴിക്കാലും ഒപ്പം കുപ്പിയും കൊടുക്കാൻ സാധ്യതയുണ്ട്. ആ ഓഫർ കിട്ടിയിരിക്കുന്നതിനാൽ അത്തരം പ്രചരണങ്ങൾക്കാണ് അവസരമൊരുങ്ങുന്നത്. അപ്പോൾ ഇതിൽ പങ്കാളികളാകുന്നവർ എല്ലാവരും ഇതിന്റെ വിജയത്തിന് ആത്മാർത്ഥമായി തന്നെ നിലകൊള്ളണം. കാര്യം ഇന്നത്തെ ഒരാവശ്യമാണ് ആ സമരം. ഇന്ന് ഈ നാടിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്ന രീതിയിലേക്ക് കേന്ദ്ര സർക്കാർ എടുക്കുന്ന നയങ്ങൾക്കെതിരെ ശക്തമായ പോരാട്ടമാണ്. എവിടെ യുവജനങ്ങൾക്ക് തൊഴിൽ, എവിടെ ഈ നാട്ടിലെ റെയിൽവേയുടെ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് അറിയിച്ചതിന് ശേഷം ഈ റെയിൽ യാത്ര മുഴുവൻ ദുരിതപൂർണമാക്കി മാറ്റിയിരിക്കുന്ന കേന്ദ്ര നയം അത് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം ഇവിടെ പല പദ്ധതികൾക്കും മുടക്കം സംഭവിച്ചിട്ടുണ്ട്. ക്ഷേമ പെൻഷനുകളായിക്കോട്ടെ, മറ്റ് പല ആനുകൂല്യങ്ങൾ സർക്കാർ ജീവനക്കാർക്ക് ഉൾപ്പെടെ കൊടുക്കേണ്ട പല കാര്യങ്ങളിലൊക്കെ വീഴ്ച വന്നിരിക്കുന്നത് അത് ഈ നാടിന്റെ അർഹതപ്പെട്ട ഫണ്ട് വെട്ടിക്കുറച്ചതാണ്. ഈ കോലം പിടിച്ച് നടക്കുന്നവന്മാർക്ക് ഇതൊന്നും പ്രശ്നമല്ല. അവന് വേറെ ഞണ്ണാനുള്ള ഏർപ്പാട് വേറെ അണ്ടർഗ്രൗണ്ടിൽ കൂടെ കിട്ടുന്നതുകൊണ്ട് അവൻ ഇതിന്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ നടക്കുന്ന സമരത്തിന്റെ സീരിയസ്നെസ് എന്താണെന്ന് അവൻ അറിയില്ല. അതുകൊണ്ട് ഇത്രയും ദിവസമായിട്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് ഇത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഈ നാടിന്റെ ആവശ്യമാണെന്ന് പരിഗണിച്ചുകൊണ്ട് ഒരു മാധ്യമം പോലും ആ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. അവർക്ക് അവരുടെ വിഷയമേ അല്ല. കാര്യം അവരുടെ യജമാനൻ ആരാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഒരു സന്ദർഭം. അതുകൊണ്ട് ഈ മനുഷ്യച്ചങ്ങല വിജയിക്കേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ്. യുവജന സംഘടന എന്നുള്ള നിലയ്ക്ക് ഡിവൈഎഫ്ഐ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തം ഈ നാടിന് വേണ്ടിയുള്ളതാണ്. ഈ നാടിനോടുള്ള അവഗണനയ്ക്കെതിരെയുള്ളതാണ്. ഈ നാടിന്റെ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോ അതിനെ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഓരോ യുവതലമുറയിലുള്ളവർക്കുമുണ്ട്, ഒപ്പം ഓരോ പൗരനുമുണ്ട്. കാര്യം ഇന്ന് നമ്മൾ ഇതിനെല്ലാം വഴങ്ങിക്കൊടുത്താൽ നാളെ ഇത് അടിച്ചേൽപ്പിക്കലാകും, ഇതൊരു സ്ഥായി ഭാവമാകും. അതിനെതിരെ ഈ നാട് ഒന്നിച്ച് പ്രതിഷേധിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട പലരും മാറി നിൽക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർക്ക് ഇതൊന്നും പ്രശ്നമല്ല, അധികാര കസേര മാത്രം പ്രശ്നമായിരിക്കുന്നു, അധികാര കസേരയ്ക്ക് ഈ കോലാണ് കുറുക്കുവഴി എന്ന് ചിന്തിച്ചുകൊണ്ട് ഇവരെ നിയോഗിച്ചുകൊണ്ട് അതിനെതിരെ പല വ്യാജ പ്രചരണങ്ങൾക്കും സാധ്യതയുണ്ട്. കീഴടങ്ങരുത്, ഉറച്ചു നിൽക്കണം, അണിചേരണം, വിജയിപ്പിക്കണം.